ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് പുതിയ ലൈസൻസുകൾക്ക് അംഗീകാരം നൽകുന്നത് നിർത്തിവെച്ചുവെന്ന വാർത്ത നിഷേധിച്ച് ജർമ്മനി. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിരോധിച്ചിട്ടില്ലെന്നും ഭാവിയിലും അതുണ്ടാകില്ലെന്നും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ വക്താവ് വാർത്താ ഏജൻസിയായ DPAയോട് വ്യക്തമാക്കി. നിയമപരമായ വെല്ലുവിളികൾ മൂലം ഇസ്രായേലിലേക്കുള്ള ആയുധ വ്യാപാരത്തിനുള്ള ലൈസൻസുകൾക്ക് അംഗീകാരം നൽകുന്നത് ജർമ്മനി നിർത്തിവച്ചിരിക്കുകയാണെന്ന് റോയിട്ടേഴ്സ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും ഉൾപ്പെടെ 326.5 ദശലക്ഷം യൂറോയുടെ ആയുധ കയറ്റുമതിക്കാണ് ജർമ്മനി കഴിഞ്ഞ വർഷം അനുമതി നൽകിയത്. സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2022 നിന്ന് 10 മടങ്ങ് വർധനവ്. എന്നാൽ ഈ വർഷം ആയുധ കയറ്റുമതിക്ക് അംഗീകാരം നൽകുന്നത് കുറഞ്ഞു. ജനുവരി മുതൽ ഓഗസ്റ്റ് 21 വരെ അനുവദിച്ചത് 14.5 ദശലക്ഷം യൂറോയുടെ പാക്കേജ് മാത്രമാണ്. ജർമ്മനിയിൽ നിന്നുള്ള ആയുധ കയറ്റുമതികൾ മാനുഷിക നിയമം ലംഘിച്ചുവെന്ന കേസുകൾ തീർപ്പാക്കുന്നതുവരെ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചുവെന്നാണ് സാമ്പത്തിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു സ്രോതസ് വ്യക്തമാക്കിയത്. നിലവിൽ 2 കേസുകളാണ് ജർമ്മനിക്കെതിരെയുള്ളത്. ഗസയിൽ വംശഹത്യ നടത്താൻ സഹായിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഈ വർഷം മാർച്ചിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. 2022 അപേക്ഷിച്ച് 2023 ഇസ്രായേലിന് ജർമ്മനി നൽകിയ ആയുധങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായി നിക്കരാഗ്വ ചൂണ്ടിക്കാട്ടിയിരുന്നു. പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കാനായി പ്രവർത്തിക്കുന്ന UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസിന് ഫണ്ട് നൽകുന്നതാണ് ജർമ്മനി നിർത്തിവെച്ചത്. 14 പാശ്ചാത്യ രാജ്യങ്ങളും ഈ സംഘടനയ്ക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിയിരുന്നു. ഈ സംഘടനയിലെ ചില ജീവനക്കാർക്ക് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ഈ രാജ്യങ്ങൾ സഹായം നൽകുന്നത് നിർത്തിയത്. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിലെ അപകടത്തെപ്പറ്റി ജർമ്മനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നും അതിനാൽ വംശഹത്യയ്ക്ക് മനഃപൂർവ്വം കൂട്ടുനിൽക്കുകയാണെന്നും നിക്കരാഗ്വ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഇസ്രായേലിലേക്കുള്ള ജർമ്മൻ ആയുധ കയറ്റുമതി നിർത്താനും UNRWനുള്ള ധനസഹായം പുനഃസ്ഥാപിക്കാനും കോടതി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജർമ്മനി ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂറോപ്യൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ബെർലിനിലും കേസ് നൽകിയിരുന്നു. ICJ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. സെപ്റ്റംബർ ആദ്യവാരം ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിക്ക് UK നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യാനുള്ള 350 ലൈസൻസുകളിൽ 30 എണ്ണമാണ് റദ്ദാക്കിയത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നുവെന്ന ആശങ്ക കാരണമാണ് നടപടിയെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടന് പുറമെ ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിയന്ത്രിച്ചിരുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യുന്നത് നിർത്താൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. കോടതിക്ക് രാജ്യത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനാകില്ല. നിശ്ചയിച്ചുറപ്പിച്ച ഉടമ്പടി പ്രകാരം നടക്കുന്ന കയറ്റുമതി നിർത്തിവെച്ചാൽ ഇന്ത്യൻ കമ്പനികൾക്കെതിരെ കരാർ ലംഘിച്ചതിന് കേസെടുക്കാം. അതിനാൽ അവ വിതരണം ചെയ്യുന്നത് തടയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുൻ IAS ഉദ്യോഗസ്ഥനായ അശോക് കുമാർ ശർമ്മ ഉൾപ്പെടെയുള്ള 11 പേരാണ് ഹർജി നൽകിയത്. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ വിവിധ കമ്പനികൾക്ക് നൽകിയ ലൈസൻസ് റദ്ദാക്കണം. ഇനി മറ്റ് കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ അനുവദിക്കരുത് എന്നുമായിരുന്നു ആവശ്യം. യുദ്ധ കുറ്റവാളികളായ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കരുതെന്ന അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും ഇന്ത്യക്ക് ബാധകമാണ്. ഇത്തരം രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾക്ക് ഉപയോഗിക്കും. വംശഹത്യക്കെതിരായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ കൺവെൻഷന്റെ ലംഘനമാവുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.